നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. ദ സ്പിരിറ്റ് ഈസ് നോട്ട് എ വിസിറ്റർ ബട്ട് ഡ്വെൽസ് പെർമനന്റ്ലി ഇൻ us. ഒരു അതിഥിയായി മാത്രം ആത്മാവിനെ കാണരുത്. നമ്മുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും വസിക്കുന്ന ആളായിരിക്കണം പരിശുദ്ധാത്മാവ്. അതിന് നല്ലൊരു വാക്ക് ഞാൻ തന്നിരുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവോട്, നിങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവോട് സംസാരിക്കുന്ന അനുഭവമുള്ളവർക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കാണാൻ കഴിയും. രണ്ടാമത് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ളവരാണ്. പ്രശ്നമില്ലാത്ത, നിരാശയില്ലാത്ത ആരുമില്ല. ഞാൻ പറഞ്ഞു, he means spirit. He gives us new life and renews when we feel spiritually dry. നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രൈ ഏരിയ ഉണ്ട്, അത് കണ്ടുപിടിക്കണം. വേർ ഇസ് അവർ ഡ്രൈ ഏരിയ? അതിനെ പ്ലാൻ ചെയ്യണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം. ത്രൂ പ്രയർ, ത്രൂ വേർഡ് ഓഫ് ഗോഡ്, ത്രൂ സ്പെൻഡിങ് ടൈം വിത്ത് ഗോഡ്, we can water the dry area. മൂന്നാമത് ഞാൻ പറഞ്ഞത് ട്രാൻസ്ഫോർമേഷൻ. എനിക്ക് പറയാൻ സമയം ഒത്തിരി കിട്ടിയില്ല. കാറ്റർപില്ലർ ബിക്കംസ് ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് എ ഗ്രാജുവൽ പ്രോസസ്. ഒരു ദിവസം കൊണ്ട് സംഭവിക്കത്തില്ലെന്ന് ഞാൻ പറയില്ല. ബട്ട് ബിലീവേഴ്സ്, ക്രിസ്ത്യൻസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ചില കാര്യങ്ങൾ ഒരു നിമിഷം കൊണ്ടൊന്നും മാറത്തില്ല. ഞാൻ കോപത്തെ കുറിച്ച് പറഞ്ഞു. എല്ലാ നല്ല ഗുണവും നമുക്ക് കാണും, പക്ഷെ ആ ഒറ്റ സ്വഭാവം കോപം. ബൈബിളിൽ വാക്യമുണ്ട്, കോപിച്ചാൽ പാപം ചെയ്യുക. എന്തിനായിരിക്കും കർത്താവ് പറഞ്ഞത്? There is an opportunity when we get angry, there is an opportunity to do sin. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? ട്രാൻസ്ഫോർമേഷൻ ഈസ് എ ഗ്രാജുവൽ പ്രോസസ്. ഞാൻ അത് ഇങ്ങനെ പറഞ്ഞു നിർത്തി. The spirit dwells in us, gives life and transforming. ഞാൻ അതായിരുന്നു പറയാൻ ശ്രമിച്ചത്. ഇനി രണ്ടാമത്തെ ടോപ്പിക്കാണ് എനിക്ക് തന്ന വിഷയം. ഞാൻ അതുകൊണ്ട് നോക്കണം. ഹോളി സ്പിരിറ്റ് ഈസ് ഈ വർക്കിംഗ് ഇൻ മീ, ഈസ് ഡ്വെൽസ് ഇൻ മീ. അത് എനിക്ക് ആവുന്ന പോലെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഞാനതിനെ ആരിത് പഠിപ്പിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വെളിപ്പെടുത്താതെ ഇത് അതുപോലെ മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് നിങ്ങൾ ഇതിനെ തിങ്ക് ചെയ്യണം, പ്രാർത്ഥിക്കണം. ദൈവമേ, ഇതിനെ എനിക്ക് കൂടുതൽ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ വെളിപ്പെടുത്തി തരും. ഇനി നമുക്ക് ഉള്ള ഒരു 10-50 മിനിറ്റിനകത്ത് ഇത് ഒരു വലിയ വിഷയമാണ്. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു സിംപ്ലിഫൈ. ഞാൻ എങ്ങനെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്? The Holy Spirit through me, എന്നിലൂടെ പ്രവർത്തിക്കും. മറ്റുള്ളവരെ സേവിക്കാനും യേശുവിനെ മഹത്വപ്പെടുത്താനും ശക്തിപ്പെടുത്തും. ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ് കൊടുത്തേക്കുന്നത്, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ഓൺലി ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ ബട്ട് ഔട്ട്വേർഡ് ഇമ്പാക്ട്. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ഓൺലി, നെക്സ്റ്റ് സൈഡ് ആ ഒരു വാക്ക് മാത്രം എഴുതിയാൽ മതി, ബാക്കി നിങ്ങൾ എഴുതണ്ട. ഞാൻ ഈ സ്ലൈഡ് സെക്രട്ടറിക്ക് കൊടുക്കാം. ഐ തിങ്ക് ഈ വിചാരം നിങ്ങൾക്കത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. നിങ്ങൾക്കത് സൂക്ഷിക്കാം, അത് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി എഴുതണമെന്ന് ഞാൻ പറയുന്നത്. എന്നാൽ ഈ വാക്ക്, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ഓൺലി ഇൻവേർഡ് ട്രാൻസ്ഫോർമേഷൻ ബട്ട് ഔട്ട്വേർഡ് ഇമ്പാക്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള ഒരാൾ എങ്ങനെയാണ് ആ പരിശുദ്ധാത്മാവിനെ പ്രയോജനപ്പെടുത്തുന്നത്? ഗ്രേറ്റ് കമ്മീഷൻ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കിക്കൊള്ളു. അപ്പൊ ദ ഗ്രേറ്റ് കമ്മീഷൻ ഇറ്റ്സെൽഫ് അത് പറയുന്നത് എന്താണ്? നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. കർത്താവിനെ അറിഞ്ഞവരെ അടങ്ങിയിരിക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം. അതുകൊണ്ടാണ് നമുക്കും അറിയാം, ഞാൻ മനസ്സിലാക്കുന്നു, ഓൾമോസ്റ്റ് ഓൾ നമ്മള് 50% of the people in the world are Christians, more than. Yes, ആകെയുള്ള പോപ്പുലേഷൻ ഇന്ത്യയിൽ 4% താഴെ ഉള്ളൂ എങ്കിലും ആകെയുള്ള പോപ്പുലേഷനിൽ 50%-ലധികം ആളുകൾ ക്രിസ്ത്യൻസ്. ഭൂലോകത്തിന്റെ എല്ലാ വൻകരകളിലും ഇതുണ്ട്. കാരണം കർത്താവ് അങ്ങനെ പഠിപ്പിച്ചു.
അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സ്പിരിറ്റ് ഉള്ള ഒരാൾ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഇനി ഒരു ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും, ഈ സ്പിരിറ്റ് ആണോ പലതും നമ്മളെ അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? എനിക്ക് 1-2 ക്വസ്റ്റ്യൻസ് കിട്ടി. നമുക്ക് ക്വസ്റ്റ്യൻസ് സെഷൻ അത് പറയാം. ഈ സ്പിരിറ്റ് നമ്മളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഞാനത് നിങ്ങൾ വായിച്ചു നോക്കി കാണുമായിരിക്കും. മോനെ അപ്പുറത്ത് പോകാം. എ കപ്പ് ഈസ് ഫിൽഡ്. ഒരു കപ്പ് നിറയുമ്പോൾ നിറഞ്ഞ് കവിയും, അല്ലേ? നമുക്ക് അതിന്റെ ഉദാഹരണമൊക്കെ അറിയാം. ആക്ട്സ് ചാപ്റ്റർ 1:8 ഞാൻ അവിടെ ആദ്യം എഴുതിയിരുന്നു. കാണാതറിയാവുന്ന വാക്യമാണ്, അല്ലേ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട്. ഒരു ചോദ്യം, പരിശുദ്ധാത്മാവ് ശക്തിയാണോ വ്യക്തിയാണോ? ഉത്തരം, ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ആ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ, ബാക്കി നിങ്ങൾക്ക് അറിയാലേ, ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ഫ്രം യുവർ ഹോം. അവിടെ പറയുന്നത് ജീസസ് പ്രോമിസ് പവർ. യേശു ഒരു ശക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ശക്തി ഉള്ളത് കൊണ്ടാണ് പലരും നിന്ന് സധൈര്യം പ്രസംഗിക്കുന്നത്. ഇത് നിന്ന് പറയാൻ ബുദ്ധി കൊണ്ട് കുറച്ചൊക്കെ പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ ബുദ്ധി കൊണ്ടുള്ള പ്രസംഗം, ദൈവത്തിന്റെ ആത്മാവിലുള്ള പ്രസംഗം തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ തെക്കൻ ഡിസ്ട്രിക്റ്റിൽ വളർന്ന ഒരാളാണ്. എനിക്ക് കേരളത്തിന്റെ പ്രസംഗം എന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്തും. അന്ന് ഏറ്റു പറയുമായിരുന്നു. ഇവിടെ കുറച്ചു പേര് കേട്ടല്ലേ, ഞങ്ങളുടെ ഭാഗത്ത് തെക്കൻ ഡിസ്ട്രിക്ട് തെക്കണക്കലാണ് കൺവെൻഷൻ. നമുക്ക് 6-7 വയസ്സൊക്കെ ഉള്ളൂ. നമ്മൾ പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അച്ഛൻ പ്രസംഗിക്കും. കുഞ്ഞുച്ചാണ് ഏറ്റു പറയുന്നത്. നമ്മുടെ അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതെന്തിനാ ഏറ്റു പറയുന്നത്? നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്, അല്ലെ? യെരൂശലേമിൽ വീട്ടിൽ, ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ പറയാം, വി സ്റ്റാർട്ട് അറ്റ് ഹോം. ഇന്ന് അനേക ഭവനങ്ങളിൽ ഈ സാക്ഷീകരണം നടക്കുന്നില്ല. ഞാൻ അതിന്റെയൊക്കെ സമയമുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇത്ര ഓർത്തിരിക്കുക. ഞാൻ പിന്നെ എഴുതിയിരിക്കുന്നത് എക്സ്റ്റെൻഡിങ് ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്. The Spirit gives courage, words, conviction to share the Christ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിടാമോ? ഇവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, പീറ്റർ. നിങ്ങൾ പറയത്തില്ലേ ഈ പ്രസംഗം, നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് എന്ന് പറയും. നമ്മൾ തിരിച്ച് തമാശക്ക് പറയും 3000 പ്രസംഗിച്ചാലും ഒരാള്. അത് നമ്മുടെ ആത്മാവിനെ നമ്മളങ്ങ് ഇതാക്കുകയാണ്. നമ്മുടെ കുഴപ്പമാണോ ആത്മാവിന്റെ കുഴപ്പമാണോ എന്നൊക്കെ ചോദ്യമാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ 3000 പേരെ രക്ഷിക്കപ്പെടുത്തിയ പീറ്റർ ആരായിരുന്നു നിങ്ങൾക്കറിയാം? 3 പ്രാവശ്യം തമ്പുരാനെ തള്ളിപ്പറഞ്ഞവനാണ്. ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ ആത്മാവ് ഇവരിൽ വന്നു കഴിഞ്ഞപ്പോഴാണ്. അവിടെ നിങ്ങൾക്ക് ചോദ്യമുണ്ട്, അപ്പൊ കർത്താവിന് കൂടെ നടന്നപ്പോ ആത്മാവില്ലായിരുന്നു? അത്തരം ചോദ്യങ്ങളൊന്നും ഇപ്പൊ ചോദിക്കരുത്. ചോദിച്ചാൽ ഞാൻ പറയാം. പക്ഷെ അവിടെ ചോദ്യമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളിലും എന്നിലും ഈ ആത്മാവുണ്ട്. പക്ഷേ അത് പ്രവർത്തിക്കുമ്പോഴാണ് അത് മറ്റുള്ളവരിലേക്ക് പറയുന്നത്. കർത്താവിന് കൂടെ നടന്നപ്പോൾ പീറ്ററിൽ ആത്മാവിൽ എന്ന് പറയരുത്, ഉണ്ടായിരുന്നു. 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞ പീറ്ററിനെ 3000 പേരെ രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം ഉപയോഗിച്ചെങ്കിൽ that itself means there is a Holy Spirit. അവന്റെ അർത്ഥം എന്താ? തള്ളിപ്പറഞ്ഞ ഒരു സ്ത്രീ, ഒരു ബാല്യക്കാരത്തിന്റെ മുമ്പിൽ പോലും, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോലും ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞവൻ. ഞാൻ പറയട്ടെ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ അല്ല, അതിനുശേഷം ഈ കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അവരുടെയൊക്കെ ജീവിതത്തിൽ വന്ന സംഭവങ്ങൾ, മാറ്റങ്ങൾ, അല്ലെ? They were ready to take any risk. They were not afraid about their body, to go, to preach, to heal, anything, everything. Even തല കീഴായി ക്രൂശിച്ചപ്പോഴും അവർ വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും മടിച്ചില്ല. That means that is the power of the Spirit. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വെൽസ് റിവൈവൽ? നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കണം, വാട്ട് ഈസ് വെൽസ് റിവൈവൽ. നിങ്ങൾ അത് ഗൂഗിൾ അടിച്ചു നോക്കി കിട്ടും. പോൾ യോഗിച്ചോടെ ചർച്ച കേട്ടിട്ടുണ്ട്. പോൾ യോഗിച്ചോ കേട്ടിട്ടുണ്ട്, കൊറിയ. നിങ്ങൾ അതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, എവിടെയാണ് ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഞാൻ മാതൃഭൂതരുടെ രാവിലെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഡൈമെൻഷനിലെ വ്യത്യാസം. നമുക്കെല്ലാവർക്കും
ആയിരങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടം അല്ലേ? പക്ഷെ ഒരാളോട് സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമാണോ? What do you think about that? Can we share the gospel to one person or 1,000 people? Which one is good? ബൈബിളിൽ പറയുന്ന ഒരു ആത്മാവിന്റെ വില ഇതെ. ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി കുറിച്ചാണ്. ഒരാളോട് സുവിശേഷം പറയുന്നതും സുവിശേഷമാണ്. ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം യേശുക്രിസ്തു. Can you share where Jesus was sharing gospel to one person? There is a time in the Bible Jesus was sharing the gospel to one person. He traveled a lot to reach that person. He traveled miles and miles. ശമരിയ സ്ത്രീ നട്ടുച്ച നേരത്ത് ഉച്ചയ്ക്കായോണ്ട് പാടുക, ഉറങ്ങാതിരിക്കാൻ. കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു നാരി, ഒരു പാത്രം ദാഹജലം നീ എനിക്കു തരൂ. ആ പാട്ട് നിങ്ങളെ മൊത്തം പാടുമ്പോഴേ യേശു ശമരിയ സ്ത്രീയോട് സംഭാഷണം ചെയ്യുന്ന ഒരു ഭാഗമാണ് അല്ലേ? അവള് പറയുന്ന പാട്ട് ഞാൻ അതിന്റെ കൊച്ചു പ്രായത്തിൽ പഠിച്ച്, ഞാൻ ക്യാമ്പിലൊക്കെ പഠിച്ചു. അയ്യോ നീയഭൂതൻ, ഞാനിന്നൊരു ശമരായെത്തി, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. യേശുവിന്റെ മറുപടി, അറിയുന്നില്ലേ നീ എന്നോട് ചോദിച്ചാൽ ജീവന്റെ ജലം കോരി തരില്ലേ ഞാൻ, ജീവന്റെ ജലം കോരി തരില്ലേ ഞാൻ. ആ കോൺവെർസേഷൻ മാത്രം മതി ഹൗ ടു ഡു ഇവാഞ്ചലൈസേഷൻ എന്ന് പറയാൻ പറ്റും. ഒരാളോട്, ഒരു സ്ത്രീയോട്, അത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അറിയാം. That time there was no permission to talk to a lady publicly, especially a Jew. ഒരു യഹൂദന് ഒരു അന്യ സ്ത്രീയോട് പരസ്യമായി സംസാരിക്കാൻ പെർമിഷൻ ഇല്ല. അങ്ങനെ ഒരു കാലത്തായി. അതിനകത്ത് കർത്താവ് പറയുന്ന വാക്കുകളൊക്കെ ഉണ്ട്. അവസാനം പറയുന്നത്, യേശു പറയുന്നുണ്ട്, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. അവള് പറഞ്ഞ മറുപടിയുണ്ട് അല്ലേ? കർത്താവ് പറഞ്ഞ മറുപടി, എനിക്ക് ആ പാട്ട് മൊത്തം പാടുന്നുണ്ട്, സമയം പോകുന്നുണ്ടാണ്. കർത്താവ് പറഞ്ഞ വാക്കുണ്ട്, എന്താ? നീ ചൊന്നത് സത്യം തന്നെ, കണവന്മാരഞ്ചുണ്ടായി, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. നമ്മൾ വായിക്കുന്നത് എന്താണ്? ആ പാട്ട് അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് ശേഷം ഈ സ്ത്രീയെ കുറിച്ച് നിങ്ങൾ എന്താ പഠിക്കുന്നത്? She was well aware about all the systems in that country. ഞങ്ങളുടെ പിതാക്കന്മാർ എവിടെ ആരാധിക്കുന്നേ അല്ലേ? അവർക്ക് ആരാധനയെ കുറിച്ച് അറിയായിരുന്നു, അവിടെ ട്രഡീഷനെ കുറിച്ച് അറിയായിരുന്നു. only problem, she had some problems. അവളുടെ ആ സംസാരത്തിൽ നിന്നും കർത്താവിനെ മനസ്സിലാക്കിയപ്പോൾ അവൾ എന്താ ചെയ്തേ? She kept that spot, അല്ലേ? അവിടെ വെച്ചിട്ട് അവള് ഓടുകയായിരുന്നു. നമ്മൾ ഈ വാക്യമായിട്ടുണ്ട്, ശമരിയ പട്ടണം മുഴുവനും യേശുവിൽ വിശ്വസിച്ചു എന്ന് വെച്ചാൽ അർത്ഥം, ഒരാളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ, ഒരാളോട് മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി സ്നേഹത്തോടെ കർത്താവിനെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ, who knows through that person how many people, അല്ലേ? ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മൾ ഇതൊക്കെ നടത്തി പോകുമ്പോൾ കുറഞ്ഞ പക്ഷേ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവോട് സംസാരിക്കുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിന്റെ തെളിവ്. സംസാരിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഓക്കെ, സ്പിരിറ്റ് വിൽ ഗൈഡ് യു. ഇന്ന് രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്നു, വിറ്റ്നസിംഗ് എന്ന് പറയുന്നത്, സാക്ഷീകരണം എന്ന് പറയുന്നത് എവിടെയാ തുടങ്ങേണ്ടത്? ഇതിനകത്തൊരു വാക്യം ഞാൻ തന്നിരുന്നു, വായിക്കാമോ? ആ ബാക്ക് എടുക്കാമോ? ഫസ്റ്റിൽ നെക്സ്റ്റ് വൺ
നെക്സ്റ്റ് വൺ. യോഹന്നാൻ 15:26 വായിക്കാമോ? യോഹന്നാൻ 15:26-27 പെട്ടെന്ന് വായിക്കണം, എന്റെ മുമ്പിൽ 3 മണിക്ക് നിർത്തണം. എവിടെയാണ് സാക്ഷ്യം? എവിടെയാണ് ആത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കേണ്ടത്? 15:24-27 പെട്ടെന്ന് വായിക്കാം. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളുടെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് വന്നു ചേരുമ്പോൾ ആ ആത്മാവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിറ്റ്നസിംഗ്. ഞാൻ ഒന്നുകൂടെ പറയാം. പിതാവിന്റെ അടുക്കൽ നിന്ന് വരുന്ന കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. എന്നെ കുറിച്ച് സാക്ഷ്യം പറയും എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് പിന്നെ പറയാൻ മടിയുണ്ടാകത്തില്ല. ട്രെയിനിലോ പ്ലെയിനിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴോ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ ദൈവത്തെ കുറിച്ച് പറയാൻ പ്രേരിപ്പിക്കുന്നത്. എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം അതാ. ഞാൻ അറിഞ്ഞ സത്യം മറ്റൊരാളോട് പറയാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഒത്തിരി പേരുടെ ഉദാഹരണങ്ങൾ മനസ്സിൽ വരുന്നു. അതിൽ ഒരാളാണ് PC തോമസ് സാർ, എന്റെ പള്ളിയിലുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം ട്രെയിനിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആരെ കിട്ടിയാലും സുവിശേഷം മതി. എനിക്ക് പറ്റത്തില്ല. എനിക്ക് സിറ്റുവേഷൻസ് ഒക്കെ നോക്കാതെ ഞാൻ പറയത്തില്ല. എനിക്ക് അങ്ങനെ ഒരു കൃപ എന്റെ കയ്യിൽ തരത്തിന് കിട്ടിയാൽ ഞാൻ പറയും. പക്ഷെ എനിക്ക് ആ സിറ്റുവേഷൻ ഒക്കെ നോക്കണം. തോമസ് സാർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് പറയാൻ ഒരു മടിയില്ല. ഞാൻ പൊക്കി പറയുന്നതല്ല, അതും അല്ലെ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ഒരു പ്രത്യേക ആഹ്വാനമാണ്. നമ്മുടെ ഹൃദയത്തിലുണ്ടാവുന്ന ഒരു ആഗ്രഹം അതായിരിക്കണം, ദൈവമേ എനിക്ക് എന്റെ പള്ളിയിൽ എന്റെ ഓഫീസിൽ ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എവിടെ ആരൊക്കെ സാക്ഷി? എന്നിലൂടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല ഞാൻ അറിഞ്ഞ സത്യം മറ്റൊരാളോട് പറയുക. പറയാൻ കഴിയുന്നില്ലെങ്കിൽ പറയാവുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ അതിനെ എങ്ങനെ വേണമെങ്കിൽ ഡൈവേർട്ട് ചെയ്തു. നമ്മുടെ സഭ ഇവാഞ്ചലിക്കൽ സഭയാ അല്ലെ? ഇവാഞ്ചലൈസേഷൻ എന്നാ പറയുന്നത്. സുവിശേഷ വിഹിത സഭ, അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയേണ്ട സഭ. നമ്മുടെ ഒരു പ്രധാന ജോലിയാണ് ഈ കാര്യം മറ്റുള്ളവരോട് പറയുക. നന്ദൻകോട് പാരിഷ്, എനിക്ക് നിങ്ങളെ അങ്ങനെ പാരിഷ് ആക്ടിവിറ്റീസ് ഒന്നും അറിയില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ കുറച്ചു പേർക്ക് അതിനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്, അവസരങ്ങൾ തന്നിട്ടുണ്ട്. അത് ഹോസ്പിറ്റലിലാണോ, ജോലി സ്ഥലത്താണോ, നിങ്ങളുടെ വർക്ക് ഏരിയ ആണോ, എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു റിട്രീറ്റ് നടത്തി ഒരു പരിപാടി നടത്തി തീരുകയല്ല. എനിക്ക് ഈ കർത്താവിനെ വിറ്റ്നസ് ചെയ്യാൻ എവിടെ പറ്റും അവിടെ പറയുന്നത് സാക്ഷ്യത്തിനായി ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം പറയാൻ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ കടന്നു പോവുകയാണ്. നെക്സ്റ്റ്, നിങ്ങൾ എന്നെ ഒരു വാക്കുണ്ട്. ഓർഡിനറി ബിലീവേഴ്സ് ഹു പ്രേഡ് ബിഫോർ ഷെയറിംഗ് ദെയർ ടെസ്റ്റിമണി ഫോർ അൺഎക്സ്പെക്ടഡ് കറേജ് ആൻഡ് ഇമ്പാക്ട്. മൊത്തം കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഞാൻ പോളിയോ പിച്ചോയുടെയും ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ചില ആളുകൾ സാക്ഷ്യം പറയാൻ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അവരുടെ വാക്കും അവരുടെ ആ ദൈവം നടത്തിയ വിധങ്ങളൊക്കെ പറയുമ്പോൾ എന്തോ ഒരു കറേജ് അവർക്ക് പറയാൻ അല്ലേ? നമ്മൾ പലപ്പോഴും എഴുന്നേൽക്കുമ്പം നമ്മുടെ ബുദ്ധിയും ശക്തിയും യുക്തിയും ഒക്കെ അതിനകത്ത് കയറ്റി വെക്കും. എന്നിട്ടാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ആ പ്രാസം അനുസരിച്ച് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഞാൻ അങ്ങനെ പറയുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് ചുമ്മാതെ കിട്ടത്തില്ലെന്നർത്ഥം. ഓർഡിനറി പീപ്പിൾ, ഒത്തിരി പേര്, സാധു കൊച്ചുകുഞ്ഞു ഉപദേശി അല്ലെ? നിങ്ങൾ അദ്ദേഹത്തിന്റെ ബയോഗ്രഫി, ഞാൻ എന്റെ ബയോഗ്രഫി വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ അന്നത്തെ കാലത്ത് വസൂരി രോഗമൊക്കെ വന്നവരുടെ നമുക്കതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ഇപ്പൊ പറ്റുമെന്ന് അറിയാം. ഇന്ന് നമ്മള് ഒരു അസുഖമുള്ള വീട്ടിൽ നമ്മൾ പോകരുത്, നമ്മൾ പറയും, നമ്മൾ പോകത്തുമില്ല. വസൂരി രോഗമുള്ള ആളുകളുടെ ഇടയിൽ ചെന്ന് പ്രവർത്തിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ബുക്കിനകത്ത് പറയുന്നുണ്ട്, സാക്ഷ്യത്തെ കുറിച്ച് പറയുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം നിങ്ങൾക്കറിയാം എവിടെയാണ് അത് പാടിയെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ സാക്ഷ്യം തന്നെ അല്ലേ? യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, കേൾക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു.
ഞാൻ പറഞ്ഞു ആ വാക്ക്, ആ പാട്ട് എങ്ങനെ കിട്ടിയതാണ്? ദാറ്റ് ഈസ് ഹിസ് ലൈഫ്. തന്റെ ഇന്റൻഷനായിരുന്നു. എനിക്ക് യേശുവിനെ പോലെ ആകണം, യേശുവിന്റെ വാക്ക് കേൾക്കണം, യേശുവിനെ നോക്കി ജീവിക്കണം. അങ്ങനെ താല്പര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരോട് നമുക്കിത് പറയാൻ മടി ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എങ്ങനെ കിട്ടും? കിട്ടത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തരാത്തിടത്തോളം ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഒരു ചുമതലയാണ് കർത്താവിനെ സാക്ഷിക്കാവുന്നത്. കർത്താവ് നല്ല ഗ്രേറ്റ് കമ്മീഷനാണ്. നിങ്ങൾ ഭൂമിയുടെ അകത്തോളം എല്ലാ സാക്ഷികൾ ആകും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പൊ നമ്മുടെ ഒരു ജോലിയാണ് കർത്താവിനെ സാക്ഷി. അത് വേലക്കാരുണ്ട്. എന്റെ ബാംഗ്ലൂർ പള്ളിയിൽ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ കോർമംഗല പാരിഷ്, ബാംഗ്ലൂരിൽ നമുക്ക് 3 പാരിഷ് ഉണ്ട്. ഞാൻ ബാംഗ്ലൂർ കോർമംഗല പാരിഷിലാണ്. ഇവിടുത്തെ തിമത്തി അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അവിടെ ഇല്ല. തിമത്തിയുടെ ഡാൻസിനെയൊക്കെ പരിചയപ്പെട്ടു. അവൻ എല്ലാ ആഴ്ചയും പള്ളിയിൽ വരുവാൻ. ഇവിടുത്തെ പ്രകാശ് കൊച്ചുമൻ അവിടുത്തെ മെമ്പറാണ്, ഇപ്പൊ എന്റെ പള്ളിയിലുണ്ട്. ഞാൻ ആ പള്ളിയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ട് വരുന്നു. ഈ മിഷൻ ഫീൽഡുകൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് KJ പല മിഷൻ ഫീൽഡുകളുണ്ട്. അവിടെ പലരും ഈ ആളുകളെ മിഷനിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ആളുകളുടെ ജീവിതം, പ്രവർത്തനം, അവരുടെ രീതികൾ കണ്ടിട്ട് വന്നവരാണ്. അവർക്ക് യേശുവിനെ ഒന്നും അങ്ങനെ അറിയത്തില്ല. നമ്മളിങ്ങനെ ഓഫീസ് വഴിയോ ക്രിസ്മസ് വഴിയോ ഒക്കെ ഞങ്ങളിങ്ങനെ പാടാൻ പോയപ്പോഴൊക്കെ ഇത് പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കൂടെ വരാമോ, അല്ലെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വരാമോ. അങ്ങനെ ഒരു ദിവസം അവർ വരുന്നു. അവർ വന്ന് അവിടെ ഇരിക്കുന്നു. വന്നത് നല്ല പങ്ക് ആളുകൾ തിരിച്ചുപോയി, ഇരിക്കത്തില്ല. എന്നാൽ കുറച്ച് പേര് അതിൽ വിസ്റ്റാൻഡ് ചെയ്യും. അവര് പറഞ്ഞ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങൾ ഈ അറിഞ്ഞ യേശു നിങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ കണ്ടത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. Maybe few people. നമ്മൾ ഓർത്തിരിക്കണം, നമ്മുടെ ജീവിതം കണ്ടിട്ട് ഒരാൾ കർത്താവിനെ അറിഞ്ഞാൽ അവൻ ഒരിക്കലും തിരിച്ചു പോകത്തില്ല. പക്ഷെ എന്റെ വാക്കും പ്രസംഗവും പാട്ടും കേട്ടിട്ട് വരുവാണെങ്കിൽ അതിന്റെ ചൂര് കഴിയുമ്പോൾ അവര്. സോ ജീവിതമാണ് പ്രധാനം. ജീവിതമാണ് പ്രധാനം. ഒത്തിരി പേര് ബാംഗ്ലൂരിലുള്ള ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് എനിക്കറിയാം. ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ രാവിലെ ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പോകുമായിരുന്നു. മുസ്ലിംസും ഹിന്ദുസും ഒക്കെ. ഒരാഴ്ച പിറ്റേ ആഴ്ച ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛൻ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന കേട്ടത്. എനിക്കൊന്നും ആഗ്രഹമുണ്ട് ഇതിനെക്കുറിച്ചൊന്ന് അറിയാൻ. ഞാനെന്തോ ചെയ്തേ? അവന്റെ ഓപ്പറേഷൻ സമയത്ത് പോയൊന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ പ്രാർത്ഥനയിടയിൽ നിനക്ക് സൗഖ്യമാക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. പക്ഷെ അവൻ അത് നീടി ടൈമായി. അല്ലാതെ സമയമാണ് ഞാൻ ചെന്നൈ. പിറ്റേ ആഴ്ചയാണ് അവൻ പറയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ പലരും അവിടെ പറഞ്ഞു കേട്ടു. പക്ഷെ എന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കേട്ടപ്പോൾ എനിക്കത് തോന്നി. എനിക്ക് കുറച്ചുകൂടെ അറിയാൻ താല്പര്യമുണ്ട്. ഒരുപാട് നമുക്കറിയുന്നില്ല ആ ദൈവം നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിട്ട്, ഈ കർത്താവിന്റെ സ്നേഹം അറിഞ്ഞിട്ട് ഒരാളോട് പോലും നമ്മൾ പറയാതെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവ ശുശ്രൂഷയോടും ചെയ്യുന്ന നന്ദികളായിരിക്കും. You just think about where God can use you. Maybe your servant, maybe your neighbors. അത്ര ഈസി ഒന്നുമില്ല. ബട്ട് നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാകും, ദൈവമേ എനിക്ക് ഇത് ചെയ്യാൻ, എനിക്ക് നിന്റെ നാമത്തിന് വേണ്ടി മറ്റുള്ളവരുടെ കർത്താവിനെ കുറിച്ച് പറയാൻ, ജീവിച്ച് കാണിക്കാൻ. ഞാൻ ഈ കുഞ്ഞുങ്ങളോടൊക്കെ പറയാനാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ബാംഗ്ലൂരിലൊക്കെ ഇവിടെ പറയുന്നത് ശരിയാണോ, ലിവിങ് ടുഗദർ. അതൊന്നും വലിയ ഔട്ട്ഡേറ്റഡ് കാര്യമൊന്നും അല്ലല്ലോ. ലിവിങ് ടുഗദർ ഒറ്റ കാര്യം ഞാൻ പറയുന്നു, if the spirit is dwelling in you, you won't go the way God is not liking. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും ദൈവത്തിന്റെ പാത വിട്ട് പോയി. ഇനി ചിലപ്പോ പോകും, ഞാനങ്ങ് പറയാം. അങ്ങനെ പോയാൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നിനക്ക് അവസരം തരുന്നത് റിഗ്രറ്റ് ചെയ്യാൻ, തിരിച്ചു വരാനും പറ്റും. ഞാൻ ഉദാഹരണം പറയാം. മദ്രാസിലെ മോൻ ആരാന്നറിയാമല്ലേ? റെനി ബ്രദർ. ആ വീഡിയോ കാണാൻ ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ കാണാൻ പറ്റി. ഒരു വിധത്തിൽ ക്രൂരതയില്ല അദ്ദേഹം ചെയ്തേ.
മാനുഷികമായി പറഞ്ഞാൽ ഊഹിക്കാൻ പറയാൻ പറ്റിപ്പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കുവാണെങ്കിൽ അതിനെ പശ്ചാത്തപിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാൾ പൊറുക്കാത്ത ഒരു അപകടത്തിൽ നമ്മൾ വീണു പോയെങ്കിൽ ഒരു മനുഷ്യൻ നമ്മൾ ക്ഷമിക്കത്തില്ല. ഓൺലി ഗാഡ്. ഇനി ഞാൻ എത്ര നല്ല പ്രസംഗം നിങ്ങളുടെ മുമ്പ് നടത്തിയാൽ എനിക്കൊരു പരാജയം വരട്ടെ, നിങ്ങളുടെ തനി സ്വഭാവം ഒന്ന് പുറത്തു വരും. എന്റെ ഇത് ഇയാൾ അവിടെ നിന്ന് കത്തിക്കുന്ന കണ്ടല്ലോ, എന്തായാലും സത്യമല്ലേ? അവിടെയാണ് ഇതിന്റെ മഹത്വം. ഓൺലി ഗാഡ്. ദൈവം മാത്രമേ നമ്മളോട്. ഞാൻ ഇനി പറയട്ടെ, നമ്മളൊക്കെ ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ രാവിലെ പറഞ്ഞ പോലെ CCTV ഒന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. പക്ഷെ അതും ആരും ക്ഷമിച്ചിട്ടുണ്ട്? ദൈവം ക്ഷമിച്ചിട്ടുണ്ട്. We are not worthy to preach or teach. We are not worthy, but God made me worthy. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പറയണം. നമുക്കത് നിൽക്കാനുള്ള യോഗ്യതയില്ല, പക്ഷെ ദൈവം നമ്മളെ അതിന് യോഗ്യരാക്കി. അപ്പോൾ അതിന്റെ അർത്ഥം എന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് എനിക്ക് എവിടെ ഇത് ചെയ്യാൻ പറ്റും. എവിടെ ഒരു വാക്യമുണ്ട്, സകലതും അവന്റെ മുമ്പിൽ വളർന്നതുമായി കണ്ടു. എനിക്ക് ആ വാക്യമായി ഭയങ്കര പേടിയാണ് സത്യത്തിൽ. ദൈവമേ ശിക്ഷിക്കാൻ എന്തെല്ലാം നമുക്കാരെയും തൃപ്തിപ്പെടുത്തിയും ബോധ്യപ്പെടുത്തിയും ഒന്നും ജീവിക്കാൻ പറ്റില്ല. ഞാൻ എത്ര ശരി ചെയ്താലും വേറൊരാൾ വിചാരിച്ചാൽ തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാമോ, അവരുടെ ജീവിതം ഒരു എഴുത്തു പോലെയാണ്. I hope you got it. Even if you try to write the letter without all mistakes and grammatical mistakes, whatever you do to make that letter as beautiful letter, meaningful letter, if somebody, the second person able to read that letter, he can find out at least one mistake in that letter. എത്ര നന്നായി എഴുത്തെഴുതിയാലും വേറൊരാൾ നോക്കിയാൽ നിങ്ങളുടെ എഴുത്തിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ കഴിയും. നമ്മുടെ എല്ലാ ജീവിതവും അത്രയും. ഞാൻ പറഞ്ഞത്, നമ്മൾ ആത്മീയരാണെന്ന് പറയുമ്പോഴും നമ്മളെ കിഴിഞ്ഞും കുഴിഞ്ഞും ഒക്കെ നോക്കുന്നവരുണ്ട്. ഞാൻ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കറക്റ്റ് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്റെ ഉള്ളിലുള്ള ആത്മാവ് കറക്റ്റ് ചെയ്യുന്നിടത്തോളം വേറെ ആർക്കും എന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്നെ കൺവിക്ട് ചെയ്യും, എന്നെ കൺഫ്യൂസ് ചെയ്യാൻ സഹായിക്കും, എന്നെ ഗൈഡ് ചെയ്യും, മെന്റർ ചെയ്യും, എല്ലാം ചെയ്യും. അത് എന്നെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ സത്യം നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. എന്റെ ആഗ്രഹവും ഏതെങ്കിലും കപ്പാസിറ്റി അറിഞ്ഞ സ്നേഹത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ആപ്ലിക്കേഷൻ പിന്നീട് പറയാം. നെക്സ്റ്റ് കാണിക്കാമോ? ഓക്കെ, ഞാൻ അടുത്തൂടെ അത് പറയാൻ സമയമില്ല. മൂന്നാമത് എഴുതിക്കുന്നത് ദ സ്പിരിറ്റ് ആസ് എ റിവർ ഓഫ് ബ്ലെസ്സിംഗ്. കിട്ടിയോ മോനേത്? ഓക്കെ, അനുഗ്രഹ നദിയായ ആത്മാവ്. ഞാൻ അതുകൂടെ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുക. നമ്മളിന്ന് ആരും രാവിലെ പറഞ്ഞല്ലേ, എന്നിൽ നിന്നും ജീവന്റെ നദി, ജീവജല നദി ഒഴുകും. അപ്പൊ രണ്ട് കാര്യങ്ങളാ ഓർക്കേണ്ടത്. ഒന്ന്, എന്നിൽ നിന്നും സാക്ഷി പുറത്തു വരണം. ഞാൻ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. രണ്ട്, ഞാൻ മുഖാന്തരം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം. ജീവജല നദിയുടെ ഒരു അർത്ഥം പറയുന്നത് നിങ്ങൾക്കറിയാം അല്ലേ, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം അത് രോഗമുണ്ടാക്കുന്ന നമുക്കറിയാം. പക്ഷെ ഒഴുകി പോകുന്ന വെള്ളം ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോഴുണ്ടാവും. A stagnant pond spread disease. A flowing river brings freshness and life. Conclusion: the spirit-filled believer is not stagnant but overflowing. എന്നുവെച്ചാൽ ഞാനൊരു അനുഗ്രഹമായി നമ്മുടെ
ഈ ഹോളി സ്പിരിറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുകയാണ്, ലോർഡ് ഓർ ഹെൽപ്പ് മീ ടു ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. പലപ്പോഴും നമ്മുടെ മക്കൾക്ക് ഒരു അനുഗ്രഹമാണ് അല്ലെ. ചിലത് പറയാറുണ്ട്, ആ പേരൻസ് ആ കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹം. തിരിച്ചും പറയാറുണ്ട്, ആ കുഞ്ഞുങ്ങൾ ആ പേരൻസിനൊരു അനുഗ്രഹം. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ ഭരിക്കേണ്ട ഒരു ചോദ്യമാണ്, ആർ യു എ ബ്ലെസ്സിംഗ് ടു നന്തൻകോട് പാരിഷ്? God has given different capacities, talents. ചിലർ നന്നായിട്ട് ഹോസ്പിറ്റാലിറ്റി ചെയ്യുന്നവരുണ്ട്, നന്നായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്, നന്നായിട്ട് പാടുന്നവരുണ്ട്, നന്നായിട്ട് കെയർ ചെയ്യുന്നവരുണ്ട്. No, if you are able to use all the talents of different people putting together, definitely that will make growth in your parish. വ്യത്യസ്തമായ കപ്പാസിറ്റികൾ, കഴിവുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം മറ്റുള്ളവർ കാണാനായിട്ട് പറ്റുന്നത്. പാടാൻ കഴിയുന്നവർ പാടട്ടെ, പ്രസംഗിക്കാൻ കഴിയുന്നവർ പ്രസംഗിക്കട്ടെ, കൗൺസിൽ ചെയ്യാൻ ചെയ്ത് അങ്ങനെ ചെയ്യട്ടെ. എവിടെയെങ്കിലും ഒരു കഴിവുമില്ലാതെ ഒരാളെയും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാ കഴിവുമുള്ള ഒറ്റ ഒരുത്തരും ഈ ഭൂമിയിലില്ല. ചിലരൊക്കെ പറയും, അതെനിക്കറിയില്ല, എല്ലാം ഉള്ള ഇല്ല. പക്ഷെ ഒന്നെങ്കിലും ഇല്ലാതെ ആരെയും ദൈവം ഭൂമിയിൽ അയച്ചിട്ടില്ല. സോ യൂസ് യുവർ ടാലൻസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. രണ്ട്, ആ ടാലൻസ് എന്റെ മഹത്വത്തിനും എന്റെ പുകഴ്ചയ്ക്കുമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അതിന്റെ വായിക്കണ്ട, അവിടെ പറയുന്നുണ്ട് അല്ലെ, എന്തിനാണ് സ്വർഗത്തിലെ എബിസാറിന്റെ അവരെ പ്രാർത്ഥിച്ചപ്പോൾ വാക്ക് ഉപയോഗിച്ചു, സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം. നിങ്ങൾക്കറിയാമോ, ഇതൊരു അനുഗ്രഹമാണ്. നന്തൻകോട് പള്ളിയിൽ ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വളരെ നല്ലൊരു സ്ഥലം തിരഞ്ഞെടുത്ത് അച്ഛന്റെ ഭാഷയിൽ ഏകാന്തതയാണോ, പ്രാർത്ഥനയാണോ, ധ്യാനമാണോ, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരിടം. ഇറ്റ്സ് എ ബ്ലെസ്സിംഗ്. ഞങ്ങൾക്ക് അവിടെ ഒരു പള്ളി ഒരു റോഡ് കിട്ടണമെങ്കിൽ മിനിമം 60,000 രൂപ കൊടുക്കണം ഒരു ദിവസത്തേക്ക്. ചെറിയൊരു റോഡ് കിട്ടണം. ഇവിടെ ആയിരിക്കും അതിലേക്ക് എനിക്കറിയില്ല. നമ്മുടെ ലൈഫ് ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കണം. ഞാനത് എടുത്തു പറയട്ടെ. ആരോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ആൻസർ പിന്നെ ഞാൻ പറയട്ടെ. അറിഞ്ഞതും കേട്ടതും വായിച്ചതുമായ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തി തരും. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ കർത്താവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എന്തൊക്കെയാ അനുഗ്രഹങ്ങൾ? നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തൊക്കെയാ? ആ ഭാഗത്ത് പറയുന്നുണ്ട് 3 അനുഗ്രഹങ്ങളെ കുറിച്ച്. ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെ, that means you are elected by God before you are conceived in the womb of your mother. ഞാൻ സാധാരണ പറയാറുണ്ട്, before we conceived in the womb of our mother, we were conceived in the might of our God. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവൻ നമ്മളെ അറിയും. ഞാൻ ഇടയ്ക്ക് അഞ്ചുമണി സഹോദരി സംസാരിച്ചപ്പോഴും ആ വാക്കുകളൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു. നമുക്കിങ്ങനെ ഒരു ക്രിസ്ത്യാനിയായി പിറക്കാൻ ദൈവം ഭാഗ്യം തന്നില്ലേ? ഒരു ക്രിസ്തീയ മാതാപിതാക്കളുടെ മക്കളാകാൻ ദൈവം ഭാഗ്യം തന്നില്ലേ? നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞ വലിയൊരു വിഷയമാണ് അല്ലെ. നമ്മളെ തെരഞ്ഞെടുത്തു, അതൊക്കെ ഒത്തിരി. അപ്പം നമുക്ക് ഈ ഭാഗ്യം, ഇങ്ങനെ ഒരു സ്വർഗം, ഇങ്ങനെ ഒരു നിത്യതയെ കുറിച്ച് കേൾക്കാൻ ഭാഗ്യം തന്നില്ലേ? അപ്പൊ ദൈവത്തിന്റെ ലിസ്റ്റിനകത്ത് നിങ്ങളുണ്ട്. നമ്മുടെ പരിശുദ്ധാത്മാവിനെ എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ ജനനം തന്നെ അത്ഭുതമല്ലേ? ബൈബിളിലെ വാക്യം പറഞ്ഞാൽ ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. That is true, no? Fearfully and wonderfully made. എന്താണ് സയൻസ്? ഡോക്ടർമാർ പഠിപ്പിച്ചു, ഞാൻ പഠിച്ചിട്ടുണ്ട്. The human brain is made up of crores and crores of neurons എന്നാ പറയുന്നത്. കോടിക്കണക്കിന് ന്യൂറോണുകൾ കൊണ്ടാണ് നമ്മുടെ മനുഷ്യ മസ്തിഷ്കം നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഒന്നിന് കേട് വന്നാൽ ബാക്കി we won't get a normal child. പിന്നെ എങ്ങനെ ബൈബിൾ പറയാതിരിക്കുന്നത്? ഈ തലയ്ക്കകത്ത് കോടാനുകോടി ന്യൂറോണുകളിൽ ഒന്നിന് കേട് വന്നാൽ ഒരു നോർമൽ ചൈൽഡിനെ കിട്ടില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ നിന്ന് നിങ്ങൾ നോക്കുന്ന കൊച്ചിനെ കിട്ടുമ്പോ പ്രൈസ് ദ ലോർഡ്, കയ്യും കാലും കണ്ടും മൂക്കും നാക്കും എല്ലാം ഉണ്ടല്ലോ. നമ്മുടെ ജനനം തന്നെ മിറക്കിള, ഈ ജീവിതം തന്നെ മിറക്കിള.
അപ്പൊ നമുക്ക് എന്തിനാ പരിശുദ്ധാത്മാവിനെ സംശയിക്കേണ്ട കാര്യം? നമ്മുടെ ജനനം നമ്മുടെ അമ്മയുടെ വയറ്റിൽ ഉരുവായത് തന്നെ മിറക്കിളാ. ഞാൻ പറഞ്ഞത് ക്രിസ്തീയ ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യം ഇത് ആത്മീയ ജീവിതമാണ് കേട്ടോ. Man is a social being, that is true. But for you and me, this is spiritual. ഞാൻ ഇന്നിവിടെ വരണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി. അങ്ങനെ വിശ്വസിക്കണം. നിങ്ങൾ ഇന്നിവിടെ വന്ന് ഈ ട്രിപ്പിൽ പങ്കെടുക്കണമെന്ന് ദൈവത്തിന്റെ ഹിതമാണ്. നമ്മൾ അതിനൊന്നും അങ്ങനെ വില കൊടുക്കുന്നില്ല. ക്രിസ്തീയ ജീവിതം ആത്മീയ ജീവിതമാണ്. നിങ്ങളുടെ ജനനം ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണ്. ലോകസ്ഥാപനത്തിനുമേ നിങ്ങളെ തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതാണ്. അതിന് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആ ഭാഗത്ത് പറയണം, യു ആർ റിഡീംഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടു എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടാൻ അവസരം കിട്ടിയതും ബ്ലെസ്സിംഗ് ആണ്. ആ ഭാഗത്താണ് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിടപ്പെട്ടു. യു ആർ സീൽഡ് ബൈ ഗോഡ്. ദാറ്റ് മീൻസ് യു ആർ ഇലക്ടഡ് ബൈ ഗോഡ്, യു ആർ റിഡീംഡ് ബൈ ഗോഡ്, യു ആർ സീൽഡ് ബൈ ഗോഡ്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള നിങ്ങൾ ഒരു അനുഗ്രഹമായി ജീവിക്കണം. എങ്ങനെ നമുക്ക് മറ്റൊരാൾക്ക് അനുഗ്രഹമായി തീരാൻ പറ്റും? ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വരുമ്പോൾ നിങ്ങൾ ചോദിക്കുമെങ്കിൽ ഞാൻ പറയാം, ഹൗ ക്യാൻ ബി എ ബ്ലെസ്സിംഗ് ടു അതർ പീപ്പിൾ? ഞാൻ ചിലരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നത്, ചർച്ച് ഈസ് മെന്റ് ഫോർ ദ പീപ്പിൾ ഹു ആർ ഔട്ട്സൈഡ് ദ ചർച്ച്. ശരിയാണോ? Church is meant for the people who are outside the church. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് ശരിയാണോ? Let me repeat. Church is meant for the people who are outside the church. അത്ര പെട്ടെന്ന് നിങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാം. But actually that is the truth. അകത്തു വന്നവനെ പിന്നെ ഭാരപ്പെടേണ്ട കാര്യം ഇല്ല. യു ആർ ഇൻസൈഡ്. അകത്ത് വരാത്തവനെ, ക്രിസ്തുവിന്റെ സഭയുടെ ഉള്ളിലാകാത്തവനെ കുറിച്ച് ഭാരമുള്ളവരാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾ. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ സുവിശേഷീകരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. കന്നഡക്കാരനും തമിഴുകാരനും ഹിന്ദിക്കാരനും മറാഠിക്കാരനും ഒക്കെ കർത്താവിനെ അറിയണമെന്ന് പറയുന്നതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. നമ്മൾ അതിന്റെ ഗോസ്പൽ അവരും അറിയാം. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ഈ മാർഗത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ പഠിപ്പിക്കുന്നേ. മറ്റേതിലൊക്കെ പറഞ്ഞ ആ മാർഗത്തിൽ ചലിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകാവുന്ന. പക്ഷെ ഇവിടെ അങ്ങനല്ല. ബ്രിങ് ദ പീപ്പിൾ ടു ജീസസ്. അനുഗ്രഹ നദിയായിട്ട് മാറണം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്ന്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഐ ഹോപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് എന്നും രാവിലെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് കിട്ടുവാണെങ്കിൽ വായിക്കണേ. Every day he used to pray like this, Lord, show me, teach me what I have to do for my people today. എന്നും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ദൈവമേ ഇന്ന് എന്റെ സമൂഹത്തിന്, എന്റെ ചർച്ചിന്, എന്റെ പീപ്പിളിന് എന്ത് നന്മ ചെയ്യണമെന്ന് എനിക്ക് കാണിച്ചു തരണമേ. ഈ പ്രാർത്ഥന എവിടെ അദ്ദേഹത്തിന് കിട്ടുന്നത് അറിയാമോ? അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഭാരം ഇത്രയേ ഉള്ളൂ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് ഞാൻ മാറണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ ഇന്ന് നമ്മൾ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ചില ആൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണെന്ന് അറിയാമോ? ഇന്ന് ആർക്കിട്ടൊരു ഞാൻ അത്രയും പറഞ്ഞു, ബാക്കി നിങ്ങൾ പറഞ്ഞു അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ? ചിലര് മക്കളോ അത് എഴുന്നേൽക്കുമ്പോഴേ പുള്ളി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇങ്ങനെ നോക്കുക, കറങ്ങി നടക്കുക. ചില പെണ്ണുങ്ങൾ ഭാര്യമാർ വലിയ ബുദ്ധിമുട്ടികളാണ്. ഇന്ന് ആർക്കാണ്ട് വഴി കൊടുക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നല്ലോ. ആ നടത്ത കാണുമ്പോ അറിയാം ഇന്ന് ആർക്കാണ്ട് നമ്മളെ കുറിച്ചുള്ള അല്ലെ വീട്ടിലെ കാഴ്ചപ്പാട് മാറി. ഇനി ഓഫീസിലും അങ്ങനെ നമ്മൾ സാധാരണയിൽ നിന്ന് ടോൺ മാറിയോ സാധാരണ രീതിയിലോ അല്ലാതെയാണ് ഓഫീസിൽ വരുന്നതെങ്കിൽ കൂടെ ഇരിക്കുന്നവർക്ക് അറിയാം എന്തോ ഇന്ന്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, നിങ്ങൾ എപ്പോഴെങ്കിലും അയാളുടെ ബൈബിളിൽ വായിക്കണം. Lord, show me what good things I can do for my people, my society today. കർത്താവേ എന്നെ അതിന് സഹായിക്കും. മദർ തെരേസ, ഞാൻ ഇതൊക്കെ പറയാൻ കാരണം അവരുടെ വലിയ
പേരുകളായതാണ് ചിന്തിക്കരുത്. ഓർഡിനറി പീപ്പിൾ. അനുഗ്രഹ നദിയായിട്ട് നമ്മൾ മാറണമെങ്കിൽ പലതരത്തിലുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അവരൊരു ധനികനായ മനുഷ്യനോട് പണം ചോദിച്ചു. പണം മീൻസ് അവരുടെ ചാരിറ്റിക്ക് വേണ്ടി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ മനുഷ്യൻ അവരുടെ കയ്യിൽ തുപ്പി. ഇത് എന്റെ സ്റ്റോറി അല്ല, ഐ ഹോപ്പ് യു നോ ദാറ്റ്. അപ്പോഴവരെന്താ ചെയ്തേ? നമുക്ക് വ്യാഖ്യാനിക്കേണ്ട, രണ്ടർത്ഥത്തിലാണ് അല്ലേ ഞാൻ കേട്ടത്, ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. ആ തുപ്പൽ അവർ തന്നെ തുടച്ചു മാറ്റിയിട്ട് കൈകൊണ്ടോ കർച്ചീഫ് കൊണ്ടോ തുടച്ചിട്ട് ചോദിച്ചു, സാർ, what you want to give me that you have already given, let me ask for my children. നിങ്ങൾ എനിക്ക് തരാൻ ആഗ്രഹിച്ചത് നിങ്ങൾ എനിക്ക് തന്നു, ഇനി എന്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരണം. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവില്ലാത്ത ഒരാൾക്ക് അത് പറയാൻ പറ്റുമോ? നിങ്ങൾക്കറിയാമോ? ആ ഒറ്റ വാക്ക് ആ മനുഷ്യനെയും അദ്ദേഹത്തിന്റെ സകല കാര്യങ്ങളെയും കർത്താവിലേക്ക് കൊണ്ടുവന്നു. ചില സമയത്ത് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, സാറേ, നിങ്ങൾ എനിക്ക് തരാൻ ആഗ്രഹിച്ചത് തന്നു, ഇനി എന്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരണം. അവരുടെ അനുഗ്രഹ നദിയായിട്ട് ഒഴുകിയെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ ചില സ്വഭാവങ്ങൾ, നമ്മുടെ ചില വിട്ടുവീഴ്ചകൾ, ഞങ്ങളുടെ ചില നടപടികൾ, ഞങ്ങളുടെ കോപം വരുത്തില്ലെന്നോ ദേഷ്യം വരുത്തില്ലെന്നോ ഞാൻ പറയത്തില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ, വരും. പക്ഷേ കോപം വന്നാൽ ദൈവനാമം ദുഷിക്കന് ഇടയാകല്ലേ. മദർ തെരേസയ്ക്ക് കോപം വരാതിരിക്കൂ. കയ്യെ തുപ്പുന്ന ഒരുത്തനെ നമ്മൾ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യൂ? ഇവൻ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ തുപ്പിയ, ഞാൻ പറഞ്ഞ അർത്ഥം ഒരു അനുഗ്രഹ നദി. ഞാൻ ഒത്തിരി പേരുടെ പേരുകൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മൂന്നാമത് ഞാൻ എഴുതി വെച്ച പേരിലാണ് സൂസന്ന വെസ്ലി. ഞാൻ എഴുതിയിട്ടുണ്ട്, സ്പിരിറ്റ് വർക്ക്സ് ബെസ്റ്റ് ത്രൂ ഹംബിൾ അവൈലബിൾ വെസൽസ്. സൂസന്ന വെസ്ലിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മക്കൾ 17-18 മക്കളുണ്ട്. അതിൽ 7 മരിച്ചുപോയി, 10 പേരെ കിട്ടി. ചരിത്രം പറയുന്നത് 10 മക്കളും ദൈവമക്കളാണ്. It's not my words. All that remaining 10 children, they could become God's children. Witnessing നമ്മുടെ വീട്ടിൽ അവരിൽ ചിലരാണ് ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി ഒക്കെ. സൂസന്ന വെസ്ലി ഒരു അനുഗ്രഹ നദിയായിട്ട് മാറി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാധീനിച്ച ചില ആളുകളുടെ പേര് നമുക്ക് ഒരിക്കലും മറക്കത്തില്ലേ. എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെ, ഞാൻ പി ടി ചാണ്ടപ്പള്ളി അച്ഛന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് അച്ഛനോട് വലിയൊരു സന്തോഷം. അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റും ഭയങ്കര റഫൊക്കെയാണ്, മീൻസ് ക്ലാസ്സിലൊക്കെ. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ള ആ ഒരു ഫോഴ്സ്, ഒരു സ്പിരിറ്റിന്റെ ഒരു ഇടപെടിയിൽ കാണാൻ നമുക്ക് പറ്റുമായിരുന്നു. ഈവൻ ക്ലാസ്സിൽ പോലും ഒരിക്കൽ അദ്ദേഹം ഈ ഗേഡിനെ കുറിച്ച് പഠിപ്പിച്ച വേർഡ്സ്, ഡീഡ്സ്, കഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് അച്ഛൻ മരിച്ചത്. എനിക്ക് നന്നായിട്ട് കടന്നുപോയ പാതകളൊന്നും അത്ര സ്മൂത്ത് ആയിരുന്നു. പക്ഷെ മാൻ വിത്ത് ഗ്രേറ്റ് വിഷൻ. നമ്മുടെ ജൂബിലി മെമ്മോറിയൽ ബൈബിൾ കോളേജ് ആണെങ്കിലും ഹിന്ദി വെൽറ്റ് മിഷൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാവനയിലുണ്ടായ, അദ്ദേഹത്തിന്റെ കാലത്ത് ദൈവം കൊടുത്ത ഒരു കാഴ്ചപ്പാടാണ്. നമ്മളെയൊക്കെ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതകാലത്ത് ചില കാര്യങ്ങൾ കണ്ണു തുറപ്പിക്കാൻ ചിലപ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ കാണാൻ വിളിച്ച് മരിച്ചു പോയിട്ട് ജീവിച്ചിരിക്കുന്ന ഇങ്ങനെ പറയത്തില്ല. നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ വിളിച്ചു, ബിജു, ഐ വാണ്ട് ടു ടോക്ക് ടു യു. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മുടെ പള്ളിയിലുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടോ? നമ്മുടെ സഭയെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടോ? ഇത് എവിടെ നിന്ന് കിട്ടും? ഈ സ്പിരിറ്റ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നേ? ജിമ്മലിയേറ്റും സൂസന്ന വെസ്ലിയും മദർ തെരേസയും വില്യം കേറിയും ഒക്കെ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പഠിക്കും. ഇവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ സ്പിരിറ്റ്? The same spirit we have, they had. പക്ഷേ അവരത് പ്രവർത്തിച്ചു. നമ്മളോ നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് നമ്മളൊന്നും പോകത്തില്ല. ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ. ദൈവത്തിന്റെ ആത്മാവെ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സഹായിക്കും. ഞാൻ ആ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്, വേർഡ്സ്, ക്യാരക്ടർ. അതെടുക്കാൻ പറ്റുമോ? എന്റെ മുമ്പിൽ എത്ര മിനിറ്റ് ഉണ്ടാകും? 10 മിനിറ്റ്.
ഓക്കെ, ഈ 10 മിനിറ്റ് നിങ്ങൾ എന്റെ കൂടെ ഒരു സ്ലൈഡ് കാണാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞത്, ഒരാളോട് അല്ലെങ്കിൽ ത്രൂ മീ, എന്നിലൂടെ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ബൈബിളിന്റെ രീതി അനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഇത് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ എടുക്കുകയല്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുക. നിങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ യെസ് പറയണം, സമ്മതിച്ചില്ലെങ്കിൽ ഈ ജസ്റ്റ് ടോക്ക് ടു മീ. നമ്മൾ എപ്പോഴും പറയും ത്രൂ മീ ഒരാളെ കർത്താവിലേക്ക് നേടണമെങ്കിൽ ആദ്യം എന്നിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ഇന്ന് എന്റെയും നിങ്ങളുടെയും പരാജയം, എന്നിൽ പലതും സംഭവിക്കാതെ ഞാൻ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഇതല്ല. ഫസ്റ്റ് വൺ പോട്ടെ. അതിന്റെ അവസാനത്തെ സ്ലൈഡിലാണ്. ഓക്കെ, ഞാൻ ഇതൊന്ന് വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് എടുക്കത്തുള്ളൂ, ഞാൻ ക്ലാസ് സമയത്ത് നിർത്തും. ഇതിനെല്ലാം ഡെഫിനേഷൻ നിങ്ങൾക്കും അറിയാം. ആയതാണ് സ്നേഹം. ത്രൂ മീ, എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ബൈബിൾ പറയാണ് എന്താ? ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. ആത്മാവിന്റെ ഫലം ഏതൊക്കെയാ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ത്യവിജയം. ഇംഗ്ലീഷിലാണ് ഞാൻ എഴുതിയത്. ഞാൻ ചില ഡെഫിനേഷൻസ് വായിക്കുക. ലവ്, എല്ലാവർക്കും സ്നേഹത്തിന്റെ ഡെഫിനേഷൻ അറിയാം അല്ലേ? സ്നേഹം ഒരു ഇഷ്ടമാണ്. കേവലം ഒരു ഇഷ്ടം മാത്രമാണോ? അല്ല, ഇഷ്ടത്തിനപ്പുറം. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, ലവ് ഈസ് നോട്ട് ജസ്റ്റ് ഇമോഷൻ ബട്ട് സെൽഫ്ലെസ് ആക്ഷൻ. വില്യം ഗേറിയും ഞാൻ ഈ പറഞ്ഞ ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ ക്യാരക്ടേഴ്സും ഒക്കെ സെൽഫ്ലെസ് ആയിട്ടാണ് ലവ് കാണിച്ചത്. ആത്മീയതയിലുള്ള സ്നേഹം എന്ന് പറയുന്നത് സെൽഫ്ലെസ് ആയിരിക്കണം. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കാറുള്ളൂ. എനിക്കിഷ്ടമില്ലാത്തവരെയും എന്നോട് ചേരാൻ പറ്റാത്തവരെയും ഞാൻ സാധാരണ സ്നേഹിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ വില്യം ഗേറിയും ജിം എലിയറ്റും ഇനി ആരെങ്കിലും മിഷണന്മാരുണ്ടെങ്കിൽ അവരാരും ഈ സുവിശേഷം വരെ ചെയ്യത്തില്ല. സ്നേഹം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി. ഏറ്റവും നല്ല ഉദാഹരണം ഗുഡ് സമാരിറ്റൻ. ഞാൻ അതൊന്നും എക്സാമ്പിൾ പറയുന്നില്ല. ഗുഡ് സമാരിറ്റൻ ചെയ്ത സ്നേഹം നിങ്ങൾക്ക് അറിയാമല്ലോ. അയാൾക്ക് അദ്ദേഹത്തെ അറിയത്തൊന്നുമില്ല എന്നിട്ട്. അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ വരാൻ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ അല്ലേ? പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയായി ഇവരോട് ക്ഷമിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വാക്കാണ്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുക, എനിക്കിഷ്ടമുള്ളവരോട് മാത്രമേ. ക്രിസ്തീയ സ്നേഹം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. എന്നെ ഇഷ്ടമില്ലാത്തവരെയും എനിക്ക് പാരവെക്കുന്നവരെയും മനസ്സുകൊണ്ട് എന്റെ ഉള്ളിൽ എനിക്ക് ദ്രോഹം ചെയ്യുന്നവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സ്നേഹിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമായിട്ട് കാണണം. ദൈവമേ, എന്നെ അതിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞാൻ വാക്കുകൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ജോയ്, ഞാൻ അവിടെ ഒരു ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. സാധാരണ ജോയ് ഹാപ്പിനെസ് എന്ന് വ്യത്യാസം അല്ലേ? ഹാപ്പിനെസ്, സംതിങ് ഹാപ്പൻ, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് വി ഹാവ് ഹാപ്പിനെസ്. ജോയ് ഉദാഹരണം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, പോൾ ആൻഡ് സീലാസ്, പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ പാടി സ്തുതിച്ചു. എന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവിനെ പാടാനും സ്തുതിക്കാനും കഴിയണം. അത് ആത്മാവിന്റെ ഒരു പ്രവർത്തനമാണ്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാ, ഞാൻ ഉൾപ്പെടെ ഒരു പ്രതിസന്ധി വന്ന് നമ്മളെല്ലാവരും താഴെ പോകും. മറ്റുള്ളവരുടെ സുവിശേഷം പറയാൻ, മറ്റുള്ളവരോട് വിറ്റ്നസ് ചെയ്യാൻ, ക്രിസ്തുവിലുള്ള സന്തോഷം. 3, പീസ്. എന്റെ എല്ലാ ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയാം. സമാധാനം, ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് തിരിച്ചാണ്. ബൈബിളിലെ വാക്യം, സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? മനുഷ്യരെല്ലാം ടെമ്പർമെന്റ്സ് ഡിഫറൻ്റ് ആയിട്ടുള്ളവരാണ് അല്ലേ? ഒരു പ്രതിസന്ധിയുടെ നടുവിൽ
എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവൻ ദൈവാത്മാവുള്ളവനല്ല. ആർക്കും കൺട്രോൾ ചെയ്യാൻ വയ്യാത്തൊരു സ്ഥാനത്ത് എരുതിയിൽ എണ്ണയിച്ചു കൊടുക്കുക അവന്റെ ഉള്ളിലെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് അല്ല. എന്ന് വെച്ചാൽ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരുത്തൻ ഉള്ളിൽ പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ സഹായിക്കും എന്ന് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ അവിടെ പറഞ്ഞു നിർത്തട്ടെ. പേഷ്യൻസ്, ദീർഘക്ഷമം. ഞാൻ എഴുതി വെച്ച ഉദാഹരണങ്ങൾ. പേഷ്യൻസ് ഈസ് നോട്ട് ജസ്റ്റ് വെയിറ്റിംഗ്, ബട്ട് വെയിറ്റിംഗ് വിത്തൗട്ട് കംപ്ലൈനിങ്, വെയിറ്റിംഗ് വിത്ത് ഗ്രേസ്ഫുൾ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ പേഷ്യൻസ് എന്താണ്? ഒരു ദേഷ്യം വന്നാൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കും. ആദ്യം വന്ന് ചോദിക്കുവാണെങ്കിൽ മാറി നിൽക്കുക, എന്നെ തുടരുത്. കാര്യം അതുപോലെ നമ്മൾ വിഷമിച്ചിരിക്കുക. പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയാം, ഇവരോട് ക്ഷമിക്കണം. ഇതൊക്കെ പറയാൻ എളുപ്പമെന്ന് എനിക്കും അറിയാം. എന്നെ തൊടുമ്പോഴേ എന്നെ സ്വഭാവം അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ വിറ്റ്നസ് ചെയ്യാൻ ഈ ഒരു കൃപ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കൈൻഡ്നസ്, സിമ്പതി ആൻഡ് എമ്പതി. ഞാൻ പറഞ്ഞ് വായിച്ചു പോവുകയാണ്. ഗുഡ്നസ്, choosing right over wrong. That is the meaning of goodness. തെറ്റിനെ ന്യായീകരിക്കുന്നതല്ല, തെറ്റിനെ തെറ്റെന്നും ശരിയായിട്ട് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഗുഡ്നസ്. ഫെയ്ത്ത്ഫുൾനെസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡാനിയൽ prayed faithfully 3 times a day, even under threat of death. മരണത്തിന്റെ മുഖത്ത് നോക്കി ഫെയ്ത്ത്ഫുൾ ആയിരുന്നു എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഡാനിയേൽ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ലാസ്റ്റ് വൺ, എയ്ത്ത് വൺ, ജെന്റിൽനെസ്. ലാസ്റ്റ് വൺ, സെൽഫ് കൺട്രോൾ. ഞാനിത് പറയാനെടുത്തതിന് അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ സമയം പോയി ഞാൻ നിർത്തുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തിടത്തോളം കാലം നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയും ദൈവം ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡിൽ കർത്താവിനെ വിറ്റ്നസ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഓരോരുത്തരുടെ ഉദാഹരണം എടുത്ത് നോക്കിയാൽ മതി. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയ ജയം. കർത്താവിനെ വിറ്റ്നസ് ചെയ്യുന്നതിന് ഏറ്റവും അത്യാവശ്യമാണ്. ഒരു സഭാ ശുശ്രൂഷകന്, ഒരു ഫാമിലി പിതാവിന്, മാതാവിന് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിച്ച കുരുത്തക്കേടിനെല്ലാം അന്നേരം പണി കൊടുക്കാനാണ് പറ്റിയിരുന്നെങ്കിൽ ഇന്ന് എത്ര പിള്ളേർ വീട്ടിൽ കാണുമായിരുന്നു? നമ്മൾ ക്ഷമിച്ചിട്ടില്ലേ? വൈ? ബിക്കോസ് ഹി ഈസ് മൈ ചൈൽഡ്. നമ്മുടെ ലോകത്ത് കാണുന്നവരെല്ലാം നന്നാക്കണമെന്ന് ഞാൻ പറയുകയല്ല. കർത്താവേ, എനിക്ക് തന്നിരിക്കുന്ന ലിമിറ്റഡ് ആയുസിനുള്ളിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിപ്പാൻ എന്നെ സഹായിക്കും. ഞാൻ പറയാനായിട്ട് ശ്രമിച്ച 3 കാര്യങ്ങളാണ്. ഒന്ന്, യേശു ക്രിസ്തുവിനെ സേവിക്കാൻ, മറ്റുള്ളവരെ സേവിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും നമ്മുടെ കടമയാണ്. ഭൂലോകമൊക്കെയും പോയി എന്റെ സാക്ഷികൾ ആകും. അത് നന്ദകൂട പള്ളിയിൽ തുടങ്ങണം, സഭയിൽ, സമൂഹത്തിൽ, ഓഫീസിൽ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഒരാളോട് സുവിശേഷം പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ആ ഒരാളിലൂടെ, യേശു ശമര്യ സ്ത്രീയിലൂടെ ചെയ്ത് ശമര്യ പട്ടണം മുഴുവനും നേടിയതുപോലെ കർത്താവെ ഒരാളോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറയാൻ എന്നെ സഹായിക്കും. മൂന്നാമത് ഞാൻ പറയാൻ ശ്രമിച്ചത്, നമ്മളൊരു ജീവജല നദിയായിട്ട് ഒഴുകണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും. ഏത് മേഖലയിൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്, മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിംഗ് ആകാൻ ഞാൻ എന്ത് ചെയ്യണം? അവസാനം ഞാൻ പറഞ്ഞു നിർത്തിയത്, എന്നിലും നിങ്ങളിൽ ഉണ്ടാകേണ്ട ആത്മഫലങ്ങൾ, ആത്മാവിന്റെ ഫലം. അത് ധാരാളം സമയമെടുക്കേണ്ട ഒരു വിഷയമാണ്. സ്നേഹിക്കാൻ കഴിയാത്തവരെ ദൈവത്തിന്റെ ആത്മാവിൽ സ്നേഹിക്കണം. സന്തോഷം, നിരാശയുടെയും വേദനയുടെ നടുവിൽ ക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്താൻ കഴിയണം. അങ്ങനെയൊക്കെ ഇല്ലാതെ ഞങ്ങളാരും ഇവിടെ പിടിച്ചിരിക്കത്തില്ലായിരുന്നു. സമാധാനം, ഉറങ്ങാത്ത എത്രയോ രാത്രി നമുക്ക് കാണും. പക്ഷെ അതിന്റെ നടുവിലും
മനസമാധാനത്തോടെ ഉറങ്ങാൻ സഹായിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദീർഘക്ഷമ ഒരു ചിലരുടെയൊക്കെ പ്രവൃത്തി കണ്ടാലുണ്ടല്ലോ, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിൽ ക്ഷമിക്കാൻ പറ്റും. പിതാവേ ഇവർ ചെയ്തെന്നാൽ ഇവരോട് ക്ഷമിക്കണം. ദയ, ഞാൻ പറഞ്ഞു, സിമ്പതി ആൻഡ് എമ്പതി പറഞ്ഞ് ഓക്കെ പ്രാർത്ഥിച്ചോളാം, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചോളാം, പോരാ. We should have the empathy. പരോപകാരം, വിശ്വസ്തത, ഞാൻ പറഞ്ഞല്ലോ, faithfulness. Daniel prayed 3 times a day before the death also. മരണത്തിന്റെ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എനിക്കറിയാം ഇത് പറഞ്ഞ് അതുപോലെ പഠിപ്പിക്കാൻ പറ്റിയില്ലെന്ന്, എന്നാലും ഞാൻ പറയാം. ഉള്ളിലൊരു ആഗ്രഹം. രാവിലത്തെ ക്ലാസ്സിന് എത്രയും പറഞ്ഞുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവ് തമ്മിൽ സംസാരിക്കണം. ഇന്ന് ഞാൻ പറഞ്ഞത്, ഈ ആത്മാവ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന, ദൈവമേ ഒരാളോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറയാൻ എന്നെ സഹായിക്കും. If you are praying earnestly to do that mission for one person, that itself is a change. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം, പലരോടും പറഞ്ഞു. ഞാൻ ഇന്നലെ ഒരു കൊട്ടേഷൻ കണ്ടു. കേരളത്തിലെ ക്രിസ്ത്യാനികൾ ദിവസവും ഒരാളോട് സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ പേഴ്സൻറ്റേജ് ഇത്രയാകുമായിരുന്നു, ഇത്രയാകുമായിരുന്നു, ഇത്രയാകുമായിരുന്നു. ഒരാളോടെങ്കിലും കർത്താവിന്റെ സുവിശേഷം പറയാൻ എന്നെ സഹായം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. താങ്ക് യു. നമ്മുടെ രാവിലെയും ഉച്ച കഴിഞ്ഞുള്ള ഈ സെഷനിൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ വിഷയം പരിശുദ്ധാത്മാവ് എന്നിലും എന്നിലൂടെയും. ഇതിനെക്കുറിച്ച്